ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിതാ വളരെ സിമ്പിളും ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി ചെയ്തെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ചെയ്യാൻ ഞാനിതാ വലിയ സവാള 2 വളരെ ചെറുതായി നൈസായി കൊത്തിയരിഞ്ഞതാണ്. പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് അത് കുക്കറിലിട്ട് ഒന്ന് നല്ലപോലെ വേവിച്ച് എടുത്തതാണ്. തോലോട് കൂടി തന്നെ വേവിച്ച് ഒരു 3-4 വിസിലടിച്ച് ഓഫാക്കിയിടുക. എന്നിട്ട് തോല് പൊളിച്ച് എന്തെങ്കിലും ഇതുകൊണ്ട് മെഷ് ചെയ്തെടുക്കുക, കുത്തി ഒടിച്ചെടുക്കുക. അത് 2. പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണ്. ഇതിന് എരിവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു 3-4 മുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ളതാണ് നിങ്ങൾ 1-2 എടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മല്ലിച്ചെപ്പ് അതും ചെറിയതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കൊത്തിയരിഞ്ഞ ഇഞ്ചി, പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇടണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം വേണം. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇഞ്ചി ഇടുകയാണ് അതിലേക്ക്. ഓക്കെ, ഇഞ്ചി ഇടുക. ചീനച്ചട്ടിയിൽ ഇഞ്ചി ഇട്ടു ആദ്യം തന്നെ. അത് കുറച്ച് മൂത്ത് വരുമ്പോൾ പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും കുറച്ചൊന്ന് വഴഞ്ഞു വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് ചെറുതായി കൊത്തി അരിഞ്ഞ സവാള ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഞാനപ്പോൾ ഈ സവാളയൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കട്ടെ. സവാള പെട്ടെന്ന് വഴഞ്ഞിട്ട് കിട്ടാൻ വേണ്ടി നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഇപ്പോൾ അരയിടാം, പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കുറവാണോ കൂടുതലാണോ എന്നൊക്കെ. ഇതിപ്പോൾ എന്തായാലും കൂടുതലാവില്ല കേട്ടോ, അരയെ ഞാൻ ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനാണ്. സവാളയെല്ലാം ഇപ്പോൾ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. ഇനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂണിന് കുറവാണ് കേട്ടോ, മഞ്ഞൾപ്പൊടി. അത്ര മതി. മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മളിതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് തീരെ എരിവില്ലാത്തതാണ്. പച്ചമുളക് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ചുവന്ന മുളക്, നല്ല എരിവുള്ള മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. മുളക് മഞ്ഞളെല്ലാം അതിൻ്റെയൊക്കെ പച്ചക്കുത്തെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട അടുത്തത് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കേട്ടോ. വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് എല്ലാം പാകാണോ നോക്കാം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനൊന്ന് ഇത്തിരി നോക്കുന്നത് കുറച്ച് കുറവാണ്. ഞാനിതാ ഇത്തിരി കൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പോലെ. അതെല്ലാം എടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഉപ്പായിരിക്കും. ഇനി
ഇനിയിപ്പോൾ ഇതിലേക്ക് ഫൈനലായിട്ട് നമുക്ക് ഇടാനുള്ളത് ഇതാ നമ്മുടെ ചെറുങ്ങനെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ്. നമ്മൾ വളരെ ചെറുതായി അരിഞ്ഞു വെച്ചില്ലേ, ആ മല്ലിച്ചപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് അടുത്ത എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ റെഡി ആയിട്ട് ഞാനിതാ സ്റ്റവ് ഓഫ് ചെയ്യാണ്. നമ്മളിതാ ഫില്ലിങ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് മൈദ. ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് മൈദ ഉണ്ടാക്കണം കേട്ടോ. ഇതൊന്നുമല്ല, ഒരു പശയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പപ്പടാണ് ഇതിനുപയോഗിക്കുന്നത്. ഈ പപ്പടത്തിന് ഒരു പശ തേക്കാൻ വേണ്ടി ഉള്ള ഇതാണ് മൈദ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 പോരാ 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി നോക്കുക കേട്ടോ. കുറച്ച് ലൂസായി പോയത്, അധികം വെള്ളം വേണ്ട. ഒരു പശേൻ്റെ മോഡൽ, കുറച്ച് തിക്കായിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനാണ്. അപ്പം ഞാൻ ഇതൊന്ന് കലക്കി റെഡിയാക്കി. എന്നിട്ട് ഇത്രയും മതി. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ, ഈ പപ്പടം ഓരോന്നായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിതവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ ആ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് എടുക്കുക. എന്നിട്ട് ആ വെള്ളം വാർന്നു പോണേ, ഡിപ്പ് ചെയ്ത് വെള്ളം വാരാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പശ എടുത്ത് തേക്കണം. ഇതാ നമ്മളിവിടെ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഞാനൊരു പ്ലേറ്റിൽ വെച്ചതാണ് കേട്ടോ. ഒരു സൈഡ് ഇങ്ങനെ പൊക്കി വെക്കണം, അല്ലേ ചിലപ്പം അവസാനം എടുക്കാൻ കിട്ടൂല. നമ്മൾ പശ തേച്ചെല്ലാം കഴിയുമ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഫില്ലിങ്സ് ഇടണം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ നടുവിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ പപ്പടം ഒന്ന് ഇങ്ങനെ എടുത്ത് നമ്മളൊന്ന് ഒട്ടിക്കുന്നു. ഇതാ ഒന്നിപ്പം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാ പപ്പടവും നമ്മളൊന്ന് നനച്ച് ഇതുപോലെ ഒട്ടിച്ച് ഒന്ന് ഇതാ പ്ലേറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. മിഡിൽ വെച്ചാൽ ചിലപ്പോൾ എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ അധികം ഒട്ടിപ്പോയിട്ട്, അപ്പോൾ ഇങ്ങനെ സൈഡിൽ എല്ലാം ഞാൻ വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഫില്ലിങ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ഇടാം കേട്ടോ. കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നാളികേരം, ശർക്കരയോ പഞ്ചസാരയോ ജീരകം, ഉള്ളി അങ്ങനെയൊക്കെ ഇട്ടിട്ട് മധുര ഫില്ലിങ്സും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇവിടെ എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എരിവ് ഫില്ലിങ്സാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ എല്ലാ പപ്പടവും ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ഇതാ ഇപ്പം എല്ലാ പപ്പടയും ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തമ്മിൽ ഒട്ടാതെ വെക്കുക. ഇനി ഇതാ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നു. നമുക്കപ്പോൾ ഓരോരോ അടയെടുത്ത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഓരോന്നായി വറുത്ത് തിരിഞ്ഞെടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക്, റിലേറ്റീവ്സിലേക്ക് ഒന്ന് എത്തിക്കുക. അങ്ങനെ പുതുപുത്തൻ വീഡിയോസായിട്ട് വരുമ്പോൾ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആയാൽ ഓൾന്നുള്ള ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാ ഒന്നാമത്തെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല ടേസ്റ്റാട്ടോ അത് കഴിക്കാൻ. ഇതിൻ്റെ മധുരടയും നല്ലതാണ്. അപ്പം ഞാൻ ഇതുപോലെ എല്ലാ അടയും ഒന്ന് ചുട്ടെടുത്ത് കാണിച്ചു തരാം.
ഇതാ എണ്ണ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം വീതവും ഇട്ടാ കേട്ടോ. എന്താ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് പിന്നെ ഉള്ളൊന്നും വേവാനില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. കാരണം ഉള്ളിലെ ഫില്ലിങ്സ് എല്ലാം നമ്മൾ നല്ലപോലെ വേവിച്ചെടുത്തതാണ്. അപ്പം നിങ്ങൾ തീർച്ചയായും ഇത് കണ്ട് ചെയ്ത് നോക്കിയാലും ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതും ഇടുക. പിന്നെ ഇതാ നിങ്ങൾ എടുക്കുമ്പോൾ അഥവാ ഒന്ന് പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചാൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ബേജാറാവണ്ട. ഇതാ നമ്മുടെ മൈദ പശ ഉണ്ടല്ലോ, പശ തേച്ച് ഇതാ പാച്ച് വർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ അതുപോലെ ചെയ്തെടുത്തതാണിത്. അതപ്പം അതിലിട്ടിട്ട് നമുക്ക് നോക്കാം എങ്ങനെയായി വരുമെന്ന്. കണ്ടോ, അതിൻ്റെ പൊട്ടിയിട്ടൊന്നും ഇല്ലല്ലോ, ആ പാച്ച് വർക്കെല്ലാം നിന്നു. അപ്പം മൈദ പശ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ നനഞ്ഞ കൈ കൊണ്ട് കഴിയുന്നതും നിങ്ങളിത് എടുക്കാതിരിക്കുക. പ്ലേറ്റിലാക്കി വെച്ചത് കൈ നനവുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വീണ്ടും ഒട്ടിപ്പിടിച്ച് പൊട്ടും. ഇപ്പം ഇതാ ഇവിടെയാണ് കണ്ടോ ഞാൻ മൈദ പശ തേച്ച് പാച്ച് വർക്ക് ചെയ്തത്, അതൊന്നും ആയിട്ടില്ലല്ലോ. അപ്പം അതുപോലെ നിങ്ങളും ചെയ്യുക കേട്ടോ. ഇതാ ഇത്രയും അട ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അടാന്നോ സമൂസാന്നോ എന്ത് വേണേൽ നിങ്ങൾക്ക് പറയാം, നമ്മളൊരു അടേൻ്റെ ഷേപ്പാണിത്. അപ്പം ഞാൻ ഒന്നെടുത്ത് കഴിച്ചിട്ട് കേൾപ്പിച്ച് തരാം നിങ്ങളെ. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കണം. കുറേ നേരം വെച്ച് പിന്നെ കഴിക്കുക വെച്ചാൽ നമ്മൾ പപ്പടം വാട്ടി വെച്ചാൽ അങ്ങനെ തന്നെയല്ല, ഒന്ന് തണുത്ത് പോകില്ല. അപ്പം ഉണ്ടാക്കി ഉടനെ കഴിച്ചാൽ അപാര ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഇടാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇനി അടുത്ത വീഡിയോ ഇടുന്നവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.